ഹലോ ഡിയേഴ്സ്, DD's വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഔട്ടിംഗ് പോയാലോ ഒന്ന് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ ട്രിപ്പ് പോകാനായിട്ട് റെഡി ആയിട്ടോ. ഇവിടെ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലോട്ടും വാഗമണ്ണിലോട്ടുമാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുകയാണ്. കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. കിച്ചക്കുട്ടൻ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് മലങ്കര ഡാമാണ് കേട്ടോ. മലങ്കര ഡാമിൻ്റെ അകത്തോട്ട് ഫോട്ടോഗ്രാഫി അധികം അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറി ഫോട്ടോസും വീഡിയോസും ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. പിന്നെ അകത്തോട്ട് കയറി അതിന് കയറുന്നതിന് മുൻപായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മലങ്കര ഡാമിൽ പ്രവേശിക്കാനായിട്ട് സന്ദർശന സമയം ഉണ്ട് കേട്ടോ. 9 മണി തൊട്ട് 5:30 വരെ മാത്രമേ നമുക്ക് അവിടെ കയറാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻട്രി സമയത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനായിട്ടും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പോകുന്നു. കുറച്ചങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ആ ഒരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. അങ്ങനെ നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മുടെ DD's വേൾഡിലാണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ആണല്ലോ ഒന്നാണ് സീനറി ആയിട്ട് ഇടുന്നത്. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ഇടാനും പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അടുത്ത ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് ആയിരുന്നു. എറണാകുളത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് കുറച്ച് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലേസ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇലവേഴ പൂഞ്ചിറയിൽ ഒരുപാട് തണുപ്പുണ്ടായെന്ന് പറയാൻ പറ്റില്ല, ചൂടും ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ട് അങ്ങോട്ട് കയറി പോകണം നമുക്ക് ഒരുപാട്. അപ്പോൾ അതേ ദീച്ചുകുട്ടി ആദ്യം തന്നെ കയറി പോകാമെന്നും പറഞ്ഞ് മുമ്പോട്ടേക്ക് പോവാണ്. കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും ആൾ തളർന്നു പോയി. പക്ഷേ അങ്ങോട്ട് പീക്കിലെത്തി അത് കാണണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. അങ്ങനെ അവൾ ഒറ്റയ്ക്കൊക്കെ കയറി പോകാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഇലവീഴ പൂഞ്ചിറയുടെ ഹൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ. ഇവിടെ താഴെയായിട്ടാണ് നമുക്ക് ഇലവീഴ പൂഞ്ചിറ കാണാനായിട്ട് ലൊക്കേഷനൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. കയറി വന്നപ്പോഴേക്കും ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് കയറാനുണ്ടായിട്ടോ. പക്ഷേ കുറച്ചങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ടയേർഡായി. കാരണം ദീച്ചുവിന് എല്ലാവരും വെട്ടിച്ച് കയറണമായിരുന്നു. അതുകൊണ്ട് കയറി എൻ്റെ അവളുടെയും കാലം ഏകദേശം ഒരു പരുവമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ട് വേണമല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദീച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും അച്ഛൻ്റെയും മക്കളുടെയൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. അടുത്ത നമ്മുടെ ലൊക്കേഷൻ വാഗമണ്ണാണ്. വാഗമണിലെ പൈൻ വാലിയിലാണ് പോയത്. ഓൾറെഡി ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് കുറച്ച് അടുത്തായതുകൊണ്ട് ഞങ്ങൾ പൈൻ വാലി ഒന്നും കൂടി പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കുറേ ഒന്നും കൂടി ഒന്ന് തണുപ്പ് കിട്ടിയിട്ട് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാം, കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനായിരുന്നു. ഒരുപാട് ആളുകളും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പൈൻ വാലിയിൽ. അങ്ങനെ കുറച്ച് ഏകദേശം അവിടെ സ്ഥലമൊക്കെ കണ്ടു. പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെടുത്തു. അതുപോലെ മക്കളായിട്ടും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ കിച്ചുകൂട്ടം കളിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസ്. പൈൻ വാലിയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 7 മണിയായിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് എത്തിയിട്ടോ. ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.